ഹായ്, സമയം ഏകദേശം 9:50. നമ്മൾ ട്രേഡിങ്ങിൻ്റെ റൂളിൽ കുറച്ച് മാറ്റം വരുത്തി. ഇത് നമ്മൾ സബ്സ്ക്രൈബേഴ്സും അതുപോലെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് നമ്മൾ വീഡിയോ കാണുന്നതിലൊക്കെ മെസ്സേജ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സ്ട്രാറ്റജി എന്താ പറയുക, പ്രോഫിറ്റബിലിറ്റി പെർസെൻറ്റേജ് കുറവുണ്ട്. അപ്പോൾ എനിക്കും ഡൗട്ട് വന്നിട്ട് ഞാനും ഇതേമാതിരിക്ക് ഏകദേശം കഴിഞ്ഞ ജനുവരി മുതൽ തിരക്കുള്ള ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒഴിവല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് അവർ പറഞ്ഞത് ശരിയാണ്. ഞാനിത് ഒരുപാട് നാളായിട്ട് ഈ ബാക്ക് ടെസ്റ്റിംഗ് സ്ട്രാറ്റജി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സ്ട്രാറ്റജി അതായത് പ്രോഫിറ്റബിലിറ്റി നമ്മൾ കണ്ടല്ലേ. കാരണം ഞാനത് ഒരുപാട് നാളായിട്ട് ട്രേഡ് ചെയ്യുന്ന സ്ട്രാറ്റജി കഴിഞ്ഞ 6 മാസത്തെ ചെയ്യാനല്ല, സോറി, ഇത് കഴിഞ്ഞ 2023 ജൂലൈ മുതൽ ജനുവരി വരെയൊക്കെയുള്ള പിയാനിലാണ് ഈ കണ്ടത്. അന്ന് നമുക്ക് ഏകദേശം ടോട്ടൽ ആ ഒരു 6 മാസത്തെ പ്രോഫിറ്റ് 54K 54,000 ഉണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ സ്ട്രാറ്റജി കുറച്ച് താഴെ വരാൻ തുടങ്ങി. അതായത് വിന്നിങ് പെർസെൻറ്റേജ് നന്നായി താങ്ങുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് മന്ത് അതിന് മുന്നത്തെ മന്തൊക്കെ ഏകദേശം നമുക്ക് ലാസ്റ്റ് മന്ത് ഏകദേശം 18,000, അതിന് മുന്നത്തെ മന്ത് ഇതുപോലെ ജൂലൈ മെയ് 31 മെയ് മന്ത് പ്രോഫിറ്റ് ചെയ്തു 18.48. ഓക്കെ, പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഈ ജൂലൈ ഒക്കെ നമുക്ക് ഏകദേശം 18,000 അടുത്ത് തന്നെ പെർ മന്ത് ലോസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ സ്ട്രാറ്റജി വിന്നിങ് പെർസെൻറ്റേജ് നന്നായി കുറഞ്ഞിരിക്കണം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ റൂളൊക്കെ ചേഞ്ച് ചെയ്ത്, അതായത് നമ്മൾ അന്നൊക്കെ 100 പോയിൻറ്റിൻ്റെ മുകളിലുള്ള ട്രേഡൊക്കെ എടുത്തിരുന്നു. അത് നമ്മൾ ഈ IB റേഞ്ച് പറയുന്ന ഫസ്റ്റത്തെ 1 അവറിൻ്റെ റേഞ്ച് 100 പോയിൻറ്റിൻ്റെ മുകളിൽ നമ്മൾ ട്രേഡ് എടുത്തിരുന്നു. ഇപ്പോൾ നമ്മൾ ഇനി അതൊന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളിങ്ങനൊരു 80 to 90 പോയിൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് സിംഗിൾ ലോട്ട് ചെയ്യും. പിന്നെ 60-70 പോയിൻ്റ് ആണെങ്കിലും നമ്മൾ ഫുൾ ലോട്ട് പറയുമ്പോൾ 3,000 റിസ്ക് മൊത്തം എല്ലാം എന്നുണ്ടെങ്കിൽ സിംഗിൾ ലോട്ട് മാത്രമേ ചെയ്യും. ഓക്കെ, നമ്മൾ റൂളൊന്ന് ചേഞ്ച് ചെയ്തു. കാരണം അത് നമുക്ക് ആ സ്ട്രാറ്റജിയിലുള്ള ഒരു കോൺഫിഡൻസ് പോയി. പണ്ട് നമ്മൾ കണ്ണും പൂട്ടി എക്സിക്യൂട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ഒരു ഇതിൽ കാരണം പണ്ട് നമ്മൾ 10 ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ 8 ട്രേഡും പ്രോഫിറ്റ് ചെയ്യാറ്, അല്ലെങ്കിൽ 9 ട്രേഡൊക്കെ പ്രോഫിറ്റ് ചെയ്യാറ്. ടോട്ടൽ പുതിയൊരു മാർക്കറ്റ് കണ്ടീഷനിൽ നമുക്ക് അത്രയും അത്രയും പ്രോഫിറ്റ് എടുക്കാൻ പറ്റാത്ത കാരണം നമ്മളൊന്ന് ഇത് റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ട് തന്നെ ജസ്റ്റ് കുറച്ച് നാളൊരു ബ്രേക്ക് എടുക്കണ പോലെ റിസ്ക്കൊക്കെ കുറച്ച്, പിന്നെ നമുക്ക് സ്ട്രാറ്റജിയിൽ കോൺഫിഡൻസ് വന്നതിൻ്റെ ശേഷമുള്ളൂ നമ്മൾ അതിന് ബാക്കി എന്താ പറയുക പഴയ പോലെ ഫുൾ ഔട്ട് ചെയ്യുക. അതാണ് പുതിയ പ്ലാന് കാര്യങ്ങൾ. പിന്നെ നമ്മൾ ചെയ്യണൊരു ട്രേഡ് സെറ്റപ്പ് നമ്മൾ എന്താ പറയുക, മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ തിയറിയിൽ ഇംബാലൻസ് ട്രേഡ് സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ഇതേമാതിരിക്ക് സിംഗിൾ ലോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ട്രേഡ് അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. ഇനി പണ്ടത്തെ പോലെ എല്ലാ ദിവസവും നമ്മൾ ചിലപ്പം ട്രേഡ് ചെയ്യൂല, വീഡിയോ ഉണ്ടാവില്ല. ട്രേഡ് ഉള്ള ദിവസം നമ്മൾ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഇന്ന് ഏകദേശം റേഞ്ച് വരുന്ന 100 പോയിൻറ്റ് മുകളിലായിട്ട് നമ്മൾ IB എക്സ്റ്റൻഷൻ ട്രേഡ് എന്തായാലും എടുക്കില്ല. ലോ വരുന്ന 310, ഹൈ വരുന്ന 435. ഓക്കെ, അപ്പോൾ ഞാൻ സ്ട്രാറ്റജിയിൽ ഒരു കോൺഫിഡൻസ് വന്നതിൻ്റെ ശേഷം പഴയ പോലെ ഫുൾ ഔട്ട് ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്തായാലും നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന്. ഇത് എന്താ പറയുക, നമ്മൾ ഒരുപാട് പേര് നമ്മളടുത്ത് പറഞ്ഞു നിങ്ങൾ എന്താ പറയുക ട്രേഡ് ചെയ്യുന്നത് ശരിയില്ല. പക്ഷേ നമ്മളിത് ഒരുപാട് നാളായി ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന സ്ട്രാറ്റജി ആയതുകൊണ്ട് നമ്മളിങ്ങനെ ട്രേഡ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനോടാണ് നന്ദി പറയുന്നത്. അവർ ഇതേപോലെ മെസ്സേജ് അയച്ച് പറഞ്ഞപ്പോൾ ഞാനിത് ശ്രദ്ധിച്ച് ഭയങ്കര കുറവുണ്ട് പ്രോഫിറ്റബിലിറ്റി വിന്നിങ് പെർസെൻറ്റേജും. അപ്പോൾ വീണ്ടും സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ താങ്ക്സ് പറയല്ലേ. ഓക്കെ, താങ്ക് യു. എന്തായാലും ബാക്കി അപ്ഡേറ്റുകൾ ഒരു ട്രേഡൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, സമയം രാത്രി 9:15 നമ്മൾ ഒരു പുഷ് ഉണ്ടായിരുന്നു, നമുക്ക് രാവിലെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അതായത് നമ്മളെ സ്ട്രാറ്റജി അറിയില്ല, ഫസ്റ്റത്തെ 1 അവർ ബ്രേക്ക് ഔട്ട് നമ്മൾ എടുക്കില്ല അറിഞ്ഞു, ഇത്രയും വലിയ റേഞ്ച് ആയതുകൊണ്ട് ആ ബ്രേക്ക് ഔട്ട് വന്നിട്ട് സസ്റ്റെയിൻ ചെയ്തില്ല. എന്നിട്ട് തിരിച്ച് കയറിയപ്പോൾ ഈ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മളെ ഇതുണ്ടായിരുന്നു, എന്താ പറയുക, എൻട്രി ഉണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മളെ ടാർഗറ്റ്. പിന്നെ നമ്മൾ ടാർഗറ്റ് അടിച്ച് അവിടെ നിന്ന് വീണ്ടും 100 പോയിൻറ്റ് കയറി നമ്മളെ പൊസിഷൻ ഇതായിരുന്നു. ഓർഡേഴ്സ് 12/18 നമ്മൾ ഒറ്റ ലോട്ട് 450 മേടിച്ച് 490 140 നമ്മൾ വിറ്റ്. ഓക്കെ, സിംഗിൾ ലോട്ട് ആയിരുന്നു. പിന്നെ നമ്മൾ റിസ്ക് കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ടോട്ടലി മാർക്കറ്റിലൊരു കോൺഫിഡൻസ് വയ്ക്കില്ല. അപ്പോൾ ഞാൻ കോൺഫിഡൻസ് തിരിച്ച് കിട്ടിയതിൻ്റെ ശേഷമുള്ള നമ്മൾ പഴയ വരയ്ക്ക് ഫുൾ ഔട്ട് ചെയ്യാം. അതുവരെ നമ്മൾ ഇതേമാതിരിക്ക് ചെറിയ ക്വാണ്ടിറ്റി ചെയ്യാം. ഓക്കെ, ഒരു കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് നോക്കാം.